ഹായ് ഗായ്സ്, ഡ്യൂട്ടി കഴിഞ്ഞു. 12 മണിക്കൂറായിരുന്നു. ഭയങ്കര ക്ഷീണം, കണ്ണൊന്നും അനക്കാൻ വയ്യ, ബാക്ക് പെയിൻ, പേഷ്യൻസ് ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ സിവാഹിയുടെ ചെക്കിങ് നടക്കുന്നുണ്ട്, തിരക്ക് കൂടുതലായിരുന്നു. പണി കഴിഞ്ഞു 8:30 ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടും ഹസ്ബൻഡിനെ കാണുന്നില്ല. ഇനി എന്താ ചെയ്യണമെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. വെയിറ്റിംഗ്. ഇന്നലെ ഇതേപോലായിരുന്നേ, വന്നിട്ട് കാണുന്നില്ല. 7:30 എത്തുമെന്നാണ് പറഞ്ഞത്, പക്ഷെ ആളിനെ കാണുന്നില്ല. ഇവിടെ ഒന്നും ആരുമില്ല കേട്ടോ. ഒരു വണ്ടികളിങ്ങനെ വന്നു, കാരണം ഡ്യൂട്ടി കഴിയുന്ന സമയമായില്ല. അതുകൊണ്ട് 9 മണിയാകുമ്പോഴേ പൊതുവെ ഡ്യൂട്ടി 9 മണിക്ക് 10 മണിക്ക് പല ടൈമിലാണ് ഓരോരുത്തർ പോകുന്നത് വരുന്നത്. അതുകൊണ്ട് ആരുമില്ല. പേഷ്യൻസിൻ്റെയൊക്കെ വണ്ടികൾ ഓരോന്ന് വന്ന് പോകുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ വണ്ടിയെ വരുന്നതെന്ന് തോന്നുന്നു. അതല്ല, അതാണ്, അതുമല്ല. വെയിറ്റ് ചെയ്ത് ദേഷ്യം വരുന്നു എനിക്ക്. കാണുന്നില്ല. മെസ്സേജ് എത്താറായോ? പിന്നെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഒത്തിരി നാളായി. നാട്ടിൽ വെക്കേഷൻ പോയിട്ട് വന്നിട്ട് ഒന്നും അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. വന്നിട്ട് 2 ആഴ്ചയായി. നാട്ടിലെത്തിയിട്ട് കുറച്ചൊക്കെ പോസ്റ്റ് ചെയ്തുള്ളൂ, കറക്കം തന്നെയായിരുന്നു. അതുകൊണ്ട് ഒന്നിനും ടൈം കിട്ടിയില്ല കേട്ടോ. ഇനി അങ്ങോട്ട് അടുത്ത മാസം തൊട്ട് കറക്റ്റായിട്ട് റെഗുലറായിട്ട് വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങും. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ ഒരു ഫണ്ണ്. കാരണം ജോലി തിരക്കിൽ നിന്ന് എല്ലാവരുമായിട്ട് സോഷ്യൽ മീഡിയ വഴി എല്ലാവരുമായിട്ട് കാണാനും കേൾക്കാനും കുറച്ച് സമയം നിങ്ങളുടെ കൂടെ എല്ലാവരോടും സ്പെൻഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയത്. പിന്നെ നമ്മളോരോ പ്രവാസികളുടെ കാര്യം പറയേണ്ടതല്ലല്ലോ, പ്രവാസികൾക്ക് അറിയാമല്ലോ. ടെൻഷനുള്ള ജീവിതം, വർക്കിൻ്റെ ടെൻഷൻ, അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് റൂമിലോട്ട് വന്നിരുമ്പോഴത്തേനും പിന്നെ ഫുഡ് ഉണ്ടാക്കണം, കഴിക്കണം. പിന്നെ കുറച്ച് നേരം ഞങ്ങളൊക്കെ കാര്യം പറഞ്ഞിരിക്കും. അന്നേരത്തേന് പിന്നെ ബാക്കി അങ്ങ് മറക്കും. അങ്ങനെയൊക്കെ പോകുന്നു. എന്നാലൊക്കെ ശരി കേട്ടോ, ബൈ.